എടോ ബുക്ക് ആ വരുന്നില്ലേ മ്യൂസിയത്തിലേക്ക്? ഞാൻ വരുന്നില്ല. എവനേതോ രോഗാണുക്കളുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ്. സാരമില്ലടോ, ഒരു രോഗാണുവിനെ കണ്ടുപിടിച്ച് കൊല്ലുമ്പോൾ കണ്ടുപിടിക്കപ്പെടാത്ത മറ്റായിരം എണ്ണം ഉണ്ടാവും. സോ ഡോണ്ട് വറി. എനിക്ക് വാ. എനിക്ക് നാളെ ഈ ബുക്ക് മടക്കി കൊടുക്കും. പക്ഷേ കർമ്മമായി വന്നാലേ പഠിച്ച തലയിൽ കയറും. ഇതൊന്നും പറഞ്ഞാൽ എവന്റെ തലയിൽ കയറിയില്ല. വാ, നമുക്ക് പോവാം. 6 മണി കഴിഞ്ഞാൽ ആ പെമ്പിളരൊക്കെ അവിടുന്ന് പോകും. നമ്മൾ അല്പമെങ്കിലും വായി നോക്കില്ലെങ്കിൽ അവറ്റകൾക്ക് നിരാശപ്പെടും. തന്നെയുമല്ല, അവർ നമ്മൾ ശപിക്കും. ആ ശാപാഗ്നിയിൽ നമ്മളുടെ യൗവനം നശിക്കും. നീ ഇവിടെ ഇരുന്ന് ഈ പുസ്തകം അടിച്ചു തന്നു. ഞാൻ പോകും. പോകുന്നതൊക്കെ കൊള്ളാം. ടീച്ചിട്ട് കൊടുക്കാൻ അറിയ സമയമില്ല. ഒടുവിൽ ഇതെഴുതിത്ത അത് വരച്ചതാന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത്. എന്ത് ചേച്ചി, എന്ത് എഴുത്ത്, എന്ത് വരപ്പ്. അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. ആകെപ്പാടുള്ളത് ഒരമ്മാവനും അങ്ങനത്തെ 4000 പോലും പോലും. ഇതിന് രണ്ടിനും എന്റെ നിലയ്ക്ക് അലർജി. പിന്നെ ആർക്ക് വേണ്ടി? സൗന്ദര്യം കാണിക്കാൻ മെനക്കെട്ട് നടക്കുന്ന പെമ്പിളരെ സന്തോഷിപ്പിച്ചാൽ മോക്ഷമുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ യൗവനം നിലനിൽക്കും. പഠിച്ച് റാങ്ക് വാങ്ങി നല്ല സ്ത്രീധനം വാങ്ങി ഒരു പെണ്ണും കെട്ടി. എന്നിട്ട് അവർക്കും അവളുണ്ടാകുന്ന പിള്ളേർക്കും വേണ്ടി കഴുതയെ പോലെ ജോലിയും എടുത്തു. ബൈ.